ഹിന്ദി സിനിമാ നടൻ പരേഷ് റാവൽ മൂത്രപാനത്തിലൂടെ തനിക്ക് ഷൂട്ടിങ്ങിനിടയിൽ പറ്റിയ പരിക്കിൽ നിന്ന് എളുപ്പം മുക്തനായ കാര്യം പ്രഖ്യാപിച്ചത് പതിവ് പോലെ മരുന്ന് മാഫിയകളെ വിരളി ഒളിച്ചിരിക്കുകയാണ്. മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയുള്ള പരേഷ് റാവലിൻ്റെ സൂത്രപ്പണി മാത്രമാണ് മൂത്രപാനത്തിലൂടെയുള്ള രോഗശമന കഥ എന്നാണ് ഡോക്ടർ നിമോ യാദവ് എന്ന മോഡേൺ മെഡിസിൻ ചികിത്സകൻ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നത്. ഒരു ബോളിവുഡ് നടൻ പറയുന്നു എന്നതുകൊണ്ട് സ്വന്തം മൂത്രമോ മറ്റുള്ളവരുടെ മൂത്രമോ കുടിക്കരുത് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ശരിയാണ്, ആരെങ്കിലും അനുകൂലമായി പറയുന്നത് കൊണ്ടോ എതിർത്ത് പറയുന്നത് കൊണ്ടോ ആരും മൂത്രപാനം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ വേണ്ടതില്ല. മൂത്രപാനം ആരോഗ്യത്തിന് ഗുണകരമാണെന്നതിന് ശാസ്ത്രീയ തെളിവുകളില്ല എന്ന് പതിവ് പോലെ ഡോക്ടർ നിമോ യാദവും പറയുന്നു. ശാസ്ത്രീയമായി തെളിവില്ലാതിരുന്നിട്ടും ലോകം മുഴുവൻ ജനലക്ഷങ്ങൾ മൂത്രപാനം ചെയ്യുന്നു. ഈ ലോബികൾ പ്രചരിപ്പിക്കുന്നത് പോലുള്ള അപകടങ്ങൾ ഇവർക്കാർക്കും തന്നെ ഉള്ളതായി റിപ്പോർട്ടില്ല. വാക്സിൻ കുത്തിവെക്കുമ്പോൾ വൈറസുകളും ബാക്ടീരിയകളും രക്തധാരയിലെത്തുന്നത് ഗുണകരമാണെന്നും അത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമെന്നും പറയുന്നവർ തന്നെയാണ് മൂത്രത്തിലൂടെ ഇത്തരം അണുക്കൾ രക്തത്തിലെത്തുന്നത് അപകടം ചെയ്യും എന്ന് പ്രചരിപ്പിക്കുന്നത്. മൂത്രത്തിൽ ധാരാളം മിത്ര ബാക്ടീരിയകളുണ്ട്. അത് ആരോഗ്യത്തിന് ഗുണകരമാണ്. രോഗികൾ മൂത്രപാനം ചെയ്യുമ്പോൾ ആൻറ്റിബോഡികളും രക്തത്തിലെത്തുന്നു. പുതിയ ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനവും സാധ്യമാകുന്നു. മൂത്രം വിഷം നിറഞ്ഞ ദ്രാവകമാണെന്ന് ആണ് ഈ ഡോക്ടർ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത്. ആധുനിക ശാസ്ത്രം മൂത്രത്തെക്കുറിച്ച് കണ്ടെത്തിയ ഏറ്റവും പുതിയ വിവരങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇത്. മൂത്രത്തിൽ 3079 പോഷക ഘടകങ്ങളുണ്ടെന്ന് പട്ടികപ്പെടുത്തിയ ആൽബർട്ട യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഡേവിഡ് വിഷാർട്ട് പറയുന്നത് ഇക്കാര്യങ്ങളൊന്നും MBBS സ്റ്റുഡൻസ് പോലും പഠിക്കുന്നില്ല എന്നാണ്. മൂത്രത്തിൽ നിന്നും വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ നിർമ്മിക്കുന്ന കാര്യവും ഈ ഡോക്ടർമാർക്കറിയില്ല. ഗർഭസ്ഥ ശിശു 7 മാസക്കാലം കുടിക്കുന്നത് സ്വന്തം മൂത്രമാണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഭൂരിഭാഗവും ഗർഭസ്ഥ ശിശുവിൻ്റെ മൂത്രമാണ് എന്ന കാര്യവും ഈ ഡോക്ടർമാർക്ക് അറിയില്ലേ? ഗർഭസ്ഥ ശിശുവിന് കുടിക്കാനും മറ്റു വിധത്തിൽ ഉപയോഗപ്പെടുത്താനും ശരീരം ഉൽപ്പാദിപ്പിച്ച മൂത്രം വിഷകരമാണെന്ന് ഇത്തരം ഡോക്ടർമാർ പ്രചരിപ്പിക്കുന്നത് ഏത് ശാസ്ത്രത്തിൻ്റെ ബലത്തിലാണ്? മൊറാർജി ദേശായിയും ഡോക്ടർ PK വാര്യരും ദേവിലാലും ജോർജ് ഫെർണാണ്ടസും മറ്റും പറഞ്ഞ കാര്യം മാത്രമേ ഇപ്പോൾ നടൻ പരേഷ് റാവലും പറഞ്ഞിട്ടുള്ളൂ. താൻ മൂത്രം കുടിച്ച കാര്യം പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് പ്രശസ്തി ലഭിക്കുമെന്നാണ് യുക്തിബോധമില്ലാത്ത നിമോ യാദവിനെ പോലുള്ള ഡോക്ടർമാർ പറയുന്നത്. മൂത്രപാനം ഗുണകരമാണെന്ന് പ്രശസ്തരും അപ്രശസ്തരുമായ ലക്ഷങ്ങൾ പറയുന്നു. മരുന്ന് മാഫിയകൾക്ക് ഇത് ശല്യമായി തീർന്നിരിക്കുന്നു എന്ന് മാത്രമേ ഡോക്ടർ നിമോ യാദവിൻ്റെ സോഷ്യൽ മീഡിയ സന്ദേശം തെളിയിക്കുന്നുള്ളൂ. നന്ദി.